ഹലോ, അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ. അപ്പോൾ എല്ലാവരും നല്ല അടിച്ചു പൊളിച്ച് ഓണം ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇടാനായിട്ട് കുറച്ച് വൈകിപ്പോയി. ഓണത്തിൻ്റെ തിരക്കായതുകൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്തിടാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതേ ഉത്രാടം ദിവസം രാവിലെയാണ് കേട്ടോ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ രാവിലെ ഞങ്ങൾ പുതിയ കാറ് പൂജിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ മള്ളിയൂരാണ് ഞങ്ങൾ കാറ് പൂജിക്കാൻ പോണത്. അപ്പോൾ ഇത് എൻ്റെ പുതിയ ഓണക്കോടിയാണ് കേട്ടോ സെറ്റുമുണ്ട്. എങ്ങനെയുണ്ട് സെറ്റുമുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ പെട്ടെന്ന് വാരി വലിച്ചു കൊടുത്തുകൊണ്ടാണ് കേട്ടോ അമ്പലത്തിലേക്ക് പോയത്. അപ്പോൾ ഞങ്ങൾ വന്നതാണ് കേട്ടോ സെറ്റുമുണ്ട്. അപ്പം കുത്താമ്പുള്ളി സെറ്റുമുണ്ടാണ്. അപ്പോൾ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കാറ് പൂജിക്കാൻ പോകുമ്പോൾ സെറ്റുമുണ്ട് എടുത്തുകൊണ്ടൊക്കെ പോകണമെന്ന്. അപ്പോഴാണ് ആങ്ങള ഓണക്കോടി സെറ്റുമുണ്ട് കൊണ്ടുവന്നത്. പിന്നെ അത് വേഗം വാരി വലിച്ചു കൊടുത്തുകൊണ്ടാണ് അമ്പലത്തിലേക്ക് പോയത്. സെറ്റുമുണ്ടിൻ്റെ കാര്യം പറഞ്ഞിരുന്ന അമ്പലത്തിലെത്തിയത് അറിഞ്ഞില്ല കേട്ടോ. ദേ അമ്പലത്തിൽ ഞങ്ങൾ ചെന്നു. അപ്പോൾ ദേ തേങ്ങ ഉടച്ചു, പിന്നെ കീ പൂജിക്കാനായിട്ട് കൊടുത്തു. തേങ്ങ ഉടച്ചതിന് ശേഷം പിന്നെ അകത്ത് കയറി പ്രദക്ഷിണമൊക്കെ വെച്ചു. അപ്പോൾ അകത്ത് കയറിയപ്പോൾ നട അടച്ചേക്കായിരുന്നു. നട തുറന്ന് തൊഴുത് ചുറ്റും പ്രദക്ഷിണമൊക്കെ വെച്ചു. അപ്പോൾ അതിനുശേഷം പിന്നെ കാറ് പൂജിക്കുന്നിടത്തേക്ക് വന്ന് പൂജാരി കാറ് പൂജിക്കുകയാണ്. കാറിൻ്റെ ഡോറൊക്കെ തുറന്ന് അതിൻ്റെ ഉള്ളിൽ ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്തൊക്കെ പൂജിച്ചതിന് ശേഷം പിന്നെ ഒരു തേങ്ങ എടുത്ത് ഒഴിഞ്ഞതിന് ശേഷം അനുചേട്ടനോട് ഉടച്ചിട്ട് വരാൻ പറഞ്ഞു. അനുചേട്ടൻ അത് പോയി ഉടച്ച് വന്നതിന് ശേഷം പിന്നെ പൂജാരിക്ക് ദക്ഷിണയൊക്കെ കൊടുത്തു. ദക്ഷിണ കൊടുത്തതിന് ശേഷം പിന്നെ അനുചേട്ടൻ കാറ് ഒന്ന് പതുക്കെ ഫ്രണ്ടിലേക്ക് ഒന്ന് എടുത്തു. അതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. പിറ്റേ ദിവസം തിരുവോണത്തിൻ്റെ അന്ന് വെളുപ്പിന് ഓണം കൊള്ളാണ് കേട്ടോ. അപ്പോൾ ഓണം കൊള്ളാനായിട്ട് അണിയാണ്. അണിഞ്ഞതിന് ശേഷമാണ് ഓണം കൊള്ളണത്. തൃക്കാക്കരപ്പനൊക്കെ എടുത്തു വെച്ച് തുമ്പക്കൊടൊക്കെ ഇട്ട് ആണ് ഓണം കൊള്ളണത്. ഓണം കൊണ്ടതിന് ശേഷം പിന്നെ ഞാൻ പാചകത്തിലേക്ക് കടന്നു കേട്ടോ. അപ്പോൾ തലേ ദിവസം എല്ലാവരും ഞാനും അനുചേട്ടനും കൂടി എല്ലാ പച്ചക്കറിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ പിറ്റേ ദിവസം ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ എല്ലാ കറികൾക്കുള്ളതും അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അവിയലിനും സാമ്പാറിനും തോരനും എല്ലാം അരിഞ്ഞു വെച്ചു. അതിന് ശേഷം പിന്നെ രാവിലെ ചായക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ അതിന് ശേഷം പിന്നെ അവിയലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അവിയൽ ഉണ്ടാക്കി അതിനകത്തേക്കുള്ള തേങ്ങയൊക്കെ ഒതുക്കിയിട്ട് അവിയൽ റെഡിയാക്കി വെച്ചു. അതിന് ശേഷം പിന്നെ സാമ്പാറാണ് ഉണ്ടാക്കിയത്. അപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കിയ കാരണം കൊണ്ട് ചപ്പാത്തിക്കും സാമ്പാറും എടുത്തു. അപ്പോൾ അതേ സാമ്പാറും റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് മല്ലിയിലയൊക്കെ ഇട്ട് സാമ്പാർ മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം പിന്നെ കൂട്ടുകറിയാണ് റെഡിയാക്കി എടുത്തത്. അപ്പം കായയും ചേനയും എല്ലാം നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കടല വേവിച്ച് വെച്ചിട്ട് പിന്നെ കൂട്ടുകറി റെഡിയാക്കി എടുത്തു. അപ്പോൾ അതിനകത്തേക്കുള്ള തേങ്ങയെല്ലാം വറുത്തിട്ട് കൂട്ടുകറി റെഡിയാക്കി മാറ്റി വെച്ചു. അതിനുശേഷം പിന്നെ മത്തങ്ങയും പയറും വേവിച്ച് എരിശ്ശേരിക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കിയിട്ട് പിന്നെ എരിശ്ശേരിക്കുള്ള തേങ്ങയും വറുത്തിട്ട് എരിശ്ശേരിയും റെഡിയാക്കി മാറ്റി വെച്ചു. അതിനുശേഷം പിന്നെ മോരുകറി റെഡിയാക്കി മാറ്റി വെച്ചു. മോരുകറിയിലേക്ക് വറുത്തൊക്കെ ഇട്ട് പിന്നെ വെച്ച കറികളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. മധുര പച്ചടി വെച്ചു, പിന്നെ ബീറ്റ്റൂട്ട് പച്ചടി വെച്ചു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ പായസം വെച്ചു. അപ്പോൾ 2 കൂട്ടം പായസമാണ് വെച്ചത്, കടലപ്രഥമനും പാലടയും. അപ്പോൾ പായസം വെക്കാനായിട്ട് അനുചേട്ടൻ സഹായിച്ചു തന്നു. അപ്പോൾ ഞാൻ അനുചേട്ടനും കൂടിയാണ് പായസം വെച്ചത്. അപ്പോൾ 2 കൂട്ടവും പായസവും വെച്ച് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ എല്ലാ കറികളും മേശപ്പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചു കേട്ടോ. അവിയൽ, സാമ്പാർ, മോരുകറി, തോരൻ, കൂട്ടുകറി, എരിശ്ശേരി, മധുരപ്പച്ചടി, ബീറ്റ്റൂട്ട് പച്ചടി, പിന്നെ ഇഞ്ചി, നാരങ്ങ, മാങ്ങ എല്ലാ കറികളും കൊണ്ടുപോയി വെച്ചു. പപ്പടം, ഓലൻ, പിന്നെ 2 കൂട്ടം പായസം എല്ലാം കൊണ്ടുവന്ന് മേശപ്പുറത്ത് കൊണ്ടുവച്ചു. പഴം, പിന്നെ ഉപ്പേരിയും ശർക്കരയും. അതിനുശേഷം പിന്നെ ഗണപതിക്ക് വയ്ക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ ഉപ്പേരി, ശർക്കര വരട്ടി, ഇഞ്ചി, നാരങ്ങ, മാങ്ങ, തോരൻ, ഓലൻ, മധുരപ്പച്ചടി, ബീറ്റ്റൂട്ട് പച്ചടി, കൂട്ടുകറി, പിന്നെ മത്തങ്ങയും പയറും എരിശ്ശേരി, അവിയൽ,
അവിയൽ വിളമ്പിയതിന് ശേഷം പിന്നെ ചോറ് വിളമ്പി അതിനകത്തേക്ക് പിന്നെ സാമ്പാർ ഒഴിച്ചു, മോരുകറി ഒഴിച്ചു, രസം ഒഴിച്ചു, പിന്നെ പപ്പടം വെച്ചു, പഴം വെച്ചു, പിന്നെ 2 കൂട്ടം പായസവും വെച്ച് ഗണപതിക്ക് വെച്ചു. അപ്പോൾ ഞങ്ങളുടെ ഈ കൊല്ലത്തെ ഓണം നല്ല അടിപൊളി ഓണമായിരുന്നു കേട്ടോ. കാരണം പുതിയ കാറ് വാങ്ങി, അപ്പോൾ EMI ആണ് എങ്കിൽ കൂടിയും നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് അങ്ങനെയല്ലേ സാധിക്കുകയുള്ളൂ. എങ്കിൽ കൂടി അപ്പോൾ നല്ല അടിപൊളി ഓണമായിരുന്നു. ഗണപതിക്ക് വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് സദ്യ കൊടുക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള ഊണൊക്കെ വിളമ്പി എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അവരെ വിളിച്ചിരുത്തിയത്. അപ്പോൾ അവർ ഇരുന്ന് ഊണ് കഴിക്കുകയാണ്. അപ്പോൾ അവർക്ക് അവർ ഭയങ്കര ആക്ഷനൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഊണ് കഴിക്കുന്നത്. ഭയങ്കര സൂപ്പർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആക്ഷനൊക്കെ ഇട്ടിട്ടാണ് അവർ കഴിക്കുന്നത്. അവർക്ക് സദ്യയിൽ ഇഷ്ടപ്പെട്ടത് അവർക്ക് മധുരപ്പച്ചടിയാണ് കേട്ടോ അവർക്ക് ഇഷ്ടം. കാരണം മധുരം ഉണ്ടല്ലോ, അവർക്ക് അത്ര എരിവൊന്നും അവർക്ക് അത്ര ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മധുരപ്പച്ചടി അവർ നന്നായിട്ട് അവർ കൂട്ടി അവർ ഊണ് കഴിച്ചു. പിള്ളേർക്കുള്ള ഓണസദ്യയൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളിരുന്ന് ഊണ് കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള സദ്യ എല്ലാം വിളമ്പി വെച്ചു. അതിനുശേഷം പിന്നെ ഞങ്ങളിരുന്ന് ഊണ് കഴിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഈ ഓണസദ്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ ഓണവിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങളിരുന്ന് ആസ്വദിച്ചിരുന്ന് ഊണ് കഴിക്കുകയാണ്. ഊണ് കഴിച്ച് 2 കൂട്ടം പായസം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ തളർന്നു കേട്ടോ. അതിനുശേഷം പിന്നെ ഊണ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നല്ലൊരു ഉറക്കം ഉറങ്ങി. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം.